കോഴിക്കോട് നൈറ്റ് പെട്രോളിംഗിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. എലത്തൂർ സ്വദേശികളായ അബ്ദുൾ മുനീർ, അൻസാർ എന്നിവരെ നടക്കാവ് പോലീസാണ് പിടികൂടിയത്. വിശദാംശങ്ങളുമായി ലതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ലതീഷ്, എങ്ങനെയാണ് പ്രതികളെ പിടികൂടിയത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? സിന്ദൂരി എലത്തൂരിലെ വീട്ടിലെത്തിയാണ് 2 പ്രതികളെയും നടക്കാവ് പോലീസ് പിടികൂടിയത്. ഇവരുടെ വാഹനവും അതേപോലെ തന്നെ ഇതിൽ ഒരാളെയും പോലീസ് രാത്രി തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഇന്ന് കോഴിക്കോട് നഗരത്തിലുണ്ടായത്. അരയിടത്ത് പാലം എരഞ്ഞിപ്പാലം റോഡിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം നൈറ്റ് പെട്രോളിംഗിനിടെയാണ് പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ 2 യുവാക്കളെ സംശയാസ്പദമായി പോലീസ് റോഡരികിൽ കാണുകയായിരുന്നു. പോലീസ് വാഹനം നിർത്തുകയും ഇവരോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പോലീസിന് നേരെ ഇവർ ആക്രമണം നടത്തിയത്. 3 പോലീസുകാർക്കാണ്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. നവീൻ, രതീഷ്, ഷിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ നവീന്റെ ചെവിക്ക് ഈ വാഹനത്തിന്റെ ചാവി ഉപയോഗിച്ച് കീ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. പിന്നീട് ഇവർ അവിടെ നിന്നും പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഹനവും അതേപോലെ തന്നെ ഒരാളെ തിരിച്ചറിഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എലത്തൂരിലെ വീട്ടിൽ വെച്ച് 2 പ്രതികളെ പിടികൂടിയത്. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. ആ സമയത്ത് റോഡിൽ കണ്ടപ്പോൾ വിശദാംശങ്ങൾ അന്വേഷിക്കുന്ന പോലീസിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കോ മറ്റോ അടിമപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? അത്തരം വിവരങ്ങൾ പോലീസിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും 2 മണി സ്വാഭാവികമായും ആ സമയത്ത് കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒരു വാഹനം നിർത്തി 2 യുവാക്കളെ കാണുമ്പോൾ അന്വേഷിക്കുക സ്വാഭാവികമാണ്. ആ അന്വേഷിച്ച ഘട്ടത്തിലാണ് പോലീസുകാർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസിന്റെ സംശയം ഉണ്ടായിരുന്നത്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത ഇനി പോലീസ് വരുത്തേണ്ടതുണ്ട്. വ്യക്തമാണ് ലതീഷ്. കോഴിക്കോട് നൈറ്റ് പെട്രോളിംഗിനിടെ പോലീസുകാരെ ആക്രമിച്ച കേസിൽ 2 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പ്രതികളെ തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ വീട്ടിൽ എത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.